ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ എക്സാമിന് സ്ഥിരമായിട്ട് 4 മാർക്കിന് വരുന്ന ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻ വന്നിട്ട് അതിൽ Z ടെസ്റ്റ് ആണോ T ടെസ്റ്റ് ആണോ, ഇതിൽ എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ഒരുപാട് കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉള്ളൊരു കാര്യമാണത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റനിൽ നിന്ന് എങ്ങനെയാണ് Z ആണോ T ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിന്റെ വാല്യൂസും തന്നിട്ടുണ്ട്. 1 ടൈലിൽ 2 ടൈൽ, അത് സെഡിന്റെ കേസ് ടീന്റെ കേസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാം? ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ക്ലെയിംസ് ദാറ്റ് ആവറേജ് നമ്പർ ഓഫ് ഇൻഫെക്ഷൻസ് പെർ വീക്ക് അറ്റ് എ ഹോസ്പിറ്റൽ ഇൻ എ സിറ്റി ഈസ് 16.3. അപ്പം ഒരു ഹോസ്പിറ്റലിൽ ഇവർ പറയുന്നത് ഇൻഫെക്ഷൻസ് ഒരാഴ്ചയിൽ 16.3 ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്നാണുള്ളത് ക്ലെയിം പറയുന്നത്. ഇനി ഒരു റാൻഡം സാമ്പിൾ എടുത്തു, നമ്മൾ എടുത്തു. ആ സാമ്പിള് 10 ആഴ്ചകളാണ് അവർ പഠിച്ചിരിക്കുന്നത്. അപ്പൊ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് 10 എന്നാണെന്ന് കിട്ടി. അടുത്തത് അവരുടെ ആ സാമ്പിളിന്റെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.7 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. 17.7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ നമ്പർ തന്നിരിക്കുന്നത്? നമുക്ക് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.8 ആണെന്ന് തന്നിട്ടുണ്ട്. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ S എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് 1.8 ആണ്. പിന്നെന്താ തന്നിരിക്കുന്നത്? ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ തന്നിട്ടുണ്ട്, 0.01 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി Z ആണോ T ആണോ? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ Z T ഒന്നല്ല, എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് പറയലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മ്യൂ ഇസ് ഈക്വൽ ടു 16.3. അവരുടെ ക്ലെയിം എന്താണ്? മ്യൂ എന്ന് പറഞ്ഞാൽ 16.3 ആണ് എന്നതാണ് ക്ലെയിം ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. നോ ഡിഫറൻസ് അഥവാ നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് എന്നുള്ളതായിരിക്കും എപ്പോഴും എന്താ നമ്മളെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് എഴുതുന്നുണ്ടായിരിക്കാം? നമുക്കറിയാം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ള വാക്കുകൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്താ ഫൈനലി തന്നിരിക്കുന്നത്? ഇസ് ദർ ഇനഫ് എവിഡൻസ് ടു റിജക്ട് ദി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ക്ലെയിം അറ്റ് 0.01 ലെവൽ. ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടില്ല, ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ജനറൽ കേസായിട്ട് നമ്മൾ എടുത്ത് മ്യൂ നോട്ട് ഈക്വൽ ടു 16.3 എന്നായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടായിരിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഹൈപ്പോത്തസിസ് കിട്ടി. ഇവിടെ നോട്ട് ഈക്വൽ ടു ആണ് വന്നിട്ടുള്ളതെങ്കിൽ അടുത്ത കാര്യം മനസ്സിലാക്കണം, അത് എന്ത് ടെസ്റ്റ് ആണ്? അതൊരു 2 ടൈൽഡ് ടെസ്റ്റ് ആണ്. സോ ഇവിടെ നമുക്ക് 2 വാല്യൂസ് ആക്ച്വലി ക്രോസ് ഓഫ് ചെയ്യാം. നമുക്കിത് 2 ടൈൽഡ് ആണെങ്കിൽ ഇവിടെ 1 ടൈൽഡ് ഉണ്ട്. ഈ 2 വാല്യൂസ് നമുക്ക് വേണ്ട, 1 ടൈൽഡ് എന്ന കേസേ വേണ്ട. ഇനി അതിൽ Z ഇതാണോ അല്ലെങ്കിൽ T ആണോ എന്നുള്ളത് മാത്രമാണ് ഇനി നെക്സ്റ്റ് ഡൗട്ട്. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതാണ് സ്റ്റെപ്പ് 2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ Nന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 30 ആണ്. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ 2 കേസുകളും എവിടെയാണ് വരുന്നുണ്ടായിരിക്കുക? T ടെസ്റ്റിലാണ് വരുന്നുണ്ടായിരിക്കുക. ഇനി Nന്റെ വാല്യൂ, സാമ്പിളിന്റെ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ നമുക്ക് Z യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ സിഗ്മ വന്നു കഴിഞ്ഞാലും എന്നാലും Z തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇവിടെ എന്താണ്? ലെസ് ദാൻ 30 ആണ് സാമ്പിളിന്റെ സൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് T ടെസ്റ്റ് ആണ്. X ബാർ മൈനസ് മ്യൂനോ ഡിവൈഡ് ബൈ S ഡിവൈഡ് ബൈ √N-1. അപ്പൊ ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ നമ്മൾ പറയണം. ആൽഫ ഇവിടെ ക്വസ്റ്റ്യനിലെല്ലാം തന്നിട്ടുണ്ട്. എത്രയാണ്? 0.01 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N-1 ആണ്. N എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 10 ആണ്. അപ്പൊ 10-1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 9 ആണ്. ഇനി അടുത്തത് ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ പറയണം. ക്രിട്ടിക്കൽ റീജിയനും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും. അപ്പൊ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈൽ ടെസ്റ്റ് ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് മോഡ് T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T ആൽഫ ബൈ 2. 2 ടൈലിലാണെങ്കിൽ. 1 ടൈലിലാണെങ്കിൽ ഇത് T ആൽഫ എന്നായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇനി ആൽഫന്റെ വാല്യൂ 0.01 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 9 ആണെങ്കിൽ നമ്മളുടെ T ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതാ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 9 ആണ്, ആൽഫ 0.01 ആണ്, 2 ടൈലിനാണ് T എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.25 ആണ്.
3.25. Therefore, നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്തോ മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.25 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ സെഡും ടിയും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക. എങ്ങനെയാണ് നമ്മൾ സെഡിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് ടിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഫുൾ പോയിന്റ്സ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പ് നമ്മളുടെ കാൽക്കുലേഷൻ ആണ്. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേഷനിലേക്കാണ് വരുന്നത്. ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡ് ബൈ എസ് ഡിവൈഡ് ബൈ റൂട്ട് n മൈനസ് 1. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 17.7 ആണ്. മറ്റേ എത്രയാണ്? 16.3 ആണ്. അപ്പൊ 17.7 മൈനസ് 16.3 ഡിവൈഡഡ് ബൈ, ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ വരുന്നത്? സാമ്പിളിന്റെ 1.8 ആണ്. എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 1.8 ഡിവൈഡഡ് ബൈ root 10 minus 1 and that is equal to 17.7 minus 16.3 ചെയ്ത് കഴിഞ്ഞാൽ 1.4 ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഇനി 1.4 ഡിവൈഡ് ബൈ 1.8 ഡിവൈഡഡ് ബൈ റൂട്ട് 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 9 ആണ് കിട്ടുക. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ് വരുന്നുണ്ടായിരിക്കും. സോ ഇവിടെ 3 എന്ന് കിട്ടി. അങ്ങനെ ആണെങ്കിൽ ഇവിടെ 1.8 ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 0.6 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ 1.4 ഡിവൈഡഡ് ബൈ 0.6 ആൻസർ ആയിട്ട് വരുന്നത് 2.33 എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ടീന്റെ വാല്യൂ കിട്ടി 2.33. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ഡിസിഷൻ മേക്കിങ്ങിലേക്കാണ് വരുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഡിസിഷൻ മേക്കിംഗ്. അവിടെ മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2 ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ മോഡ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നുണ്ടായിരിക്കാം? ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2.33 ആണ്. അപ്പൊ ഇവിടെ മോഡ് 2.33, അതായത് എന്താണ്? 2.33 തന്നെയാണ് വരുന്നത്. ഇനി ടി ആൽഫ ബൈ 2ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ട് എത്രയാണ്? 3.25 ആണെന്ന് പറയാം. 3.25 ആണ്. ഇതെന്താണ്? 3.25നെ കാട്ടും കുറവാണ് എന്ത്? നമ്മൾ കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ്? ക്രിട്ടിക്കൽ റീജിയനിലല്ല വരുന്നത്, ആക്സെപ്റ്റൻസ് റീജിയനിലാണ്. Therefore നമ്മൾ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു നോട്ട് റിജക്ട് എച്ച് നോട്ട്. ഡു നോട്ട് റിജക്ട് എച്ച് നോട്ട് എന്നുള്ളതായിരിക്കും, അഥവാ ആക്സെപ്റ്റ് എച്ച് നോട്ട് എന്നുള്ളതായിരിക്കും എന്ത്? ഫൈനലി ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ ടി ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. സെഡ് ആണെങ്കിൽ ആകെ വ്യത്യാസം വരുന്നത് ഈ സെഡിന്റെ ഇക്വേഷനിലാണ് വ്യത്യാസം വരുന്നത്. ആ കാൽക്കുലേഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുണ്ടായിരിക്കുള്ളൂ. ബാക്കിയൊക്കെ ഈ സ്റ്റെപ്പുകൾ എന്താണ്? സെയിം ആണ്. ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറയണം, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാണെന്ന് പറയണം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്രിട്ടിക്കൽ റീജിയൻ എന്താണെന്ന് പറയണം, പിന്നെന്താണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിസിഷൻ എന്താണെന്ന് പറയാം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ്, 5 സ്റ്റെപ്പ് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. ആ 5 സ്റ്റെപ്പുകൾ മനസ്സിലാക്കിക്കൂടാ. പിന്നെ ഇതുപോലുള്ള പോയിന്റ്സ്, ലെസ് ദാൻ 30 ആണെങ്കിലാണ് ടി വരുന്നുണ്ടായിരിക്കുക, ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ സെഡ് ആണ് വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിന്റെ കേസ് ആണെങ്കിൽ കൈ സ്ക്വയർ ആണ് വരുന്നുണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നടക്കുന്നുണ്ട്. ഇതിനെക്കാട്ടും കുറച്ച് അധികമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും ഇതുപോലെ ലൈവിന് ജോയിൻ ചെയ്യാനായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.